രാമേശ്വരത്തെ കടൽത്തീരത്ത് പത്രം വിറ്റു നടന്ന ഒരു ബാലൻ ഇന്ത്യയുടെ പരമോന്നത പദവിയിൽ എത്തിയപ്പോഴും തൻ്റെ വിനയവും ലാളിത്യവും കൈവിട്ടില്ല. ഭൗതിക സുഖങ്ങളെക്കാൾ അദ്ദേഹം സ്നേഹിച്ചത് പുസ്തകങ്ങളെയും വിദ്യാർത്ഥികളെയുമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ഒരാൾ തൻ്റെ കാലാവധി കഴിഞ്ഞ് രാഷ്ട്രപതി ഭവൻ വിട്ടിറങ്ങിയ കാഴ്ച ചരിത്രമാണ്. വിരമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആകെ 2 സ്യൂട്ട് കേസുകൾ മാത്രമായിരുന്നു. അതിൽ ഏതാനും ജോഡി വസ്ത്രങ്ങളും അദ്ദേഹത്തിന് പ്രിയപ്പെട്ട പുസ്തകങ്ങളും മാത്രമാണ് ഉണ്ടായിരുന്നത്. തനിക്ക് ലഭിച്ചിരുന്ന ശമ്പളവും പെൻഷനും അദ്ദേഹം തൻ്റെ ഗ്രാമത്തിൻ്റെ വികസനത്തിനും മറ്റു ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി മാറ്റിവെച്ചു. സ്വന്തമായി ഒരു വീടോ കാറോ ടെലിവിഷനോ പോലും ആഗ്രഹിക്കാത്ത ഒരു രാഷ്ട്രതലവനായിരുന്നു അദ്ദേഹം. അവസാന നിമിഷം, അതായത് 2015 ജൂലൈ 27 ഷില്ലോങ് IIM കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം വിടവാങ്ങിയത്. മരിക്കുന്നത് വരെ കർമ്മനിരതനായിരിക്കണം എന്ന തൻ്റെ ആഗ്രഹം അദ്ദേഹം നിറവേറ്റി. അദ്ദേഹം പോയപ്പോൾ ബാക്കി വെച്ചത് തൻ്റെ അറിവും കോടിക്കണക്കിന് മനുഷ്യരുടെ സ്നേഹവും വരും തലമുറയ്ക്കുള്ള പ്രചോദനവുമാണ്. വേറാരുമല്ല, സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിയെരിയണം എന്ന് പറഞ്ഞ നമ്മളുടെ സ്വന്തം ഡോക്ടർ APJ അബ്ദുൽ കലാം.